ബി.ജെ.പി. അഴിമതിയുടെ വ്യാപ്തി വർദ്ധിക്കുന്നു. കാണാം ന്യൂസ് ആൻഡ് വ്യൂസിൽ. നാട് ഭരിക്കാൻ ബദൽ എന്ന വലിയ അവകാശവാദവുമായി എത്തിയ ബി.ജെ.പി. അഴിമതിയിൽ ഉള്ളരിച്ച പൊള്ള സംവിധാനമാണ് എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നു. ഒരധികാരവും കേരളത്തിൽ സ്വന്തമാക്കാത്തവർ ഭാവിയിലും അതിനുള്ള സാധ്യത മുക്കി. മെഡിക്കൽ കോഴയിലെ വൻ അഴിമതി പോലും നേരിടാൻ പ്രതിരോധിക്കാൻ ബി.ജെ.പിയുടെ ഗ്രൂപ്പ് വൈരുദ്ധ്യം അനുവദിക്കുന്നില്ല. സതീഷ് നായർ എന്ന കുഴൽപ്പണത്തിന്റെയും അഴിമതിയുടെയും ഇടനിലക്കാരനെ ഇനി കോൺഗ്രസ് ചേരിയിൽ ചാർത്തി രക്ഷപ്പെടാമെന്ന് ബി.ജെ.പി. കരുതേണ്ട. മോദിയുടെയുമായി സതീഷ് നായർക്ക് വ്യക്തമായ ബന്ധമുണ്ട്. CBI-യിൽ എത്തിച്ച് സംഭവത്തെ അട്ടിമറിക്കാനാണോ ബി.ജെ.പി. നേതൃത്വം ശ്രമിക്കുന്നത് എന്നൊരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നതെന്ത്? ഒരധികാരവും കേരളത്തിൽ സ്വന്തമാക്കാത്തവർ ഭാവിയിൽ ഇതിനുള്ള സാധ്യത മുക്കുകയാണ്. കമ്മീഷൻ അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതെന്തിന്? നേതൃയോഗവും കോർ കമ്മിറ്റിയും കൂടിയതിനു ശേഷവും ഗ്രൂപ്പ് പോര് മുറുകിയത് മടിയിൽ ഖനമുള്ളത് കൊണ്ടല്ലേ? സതീഷ് നായർ മോഡിയുടെ അടുപ്പക്കാരനെന്ന് ബിജു രമേശ് വെളിപ്പെടുത്തിയത് ബോധ്യമാക്കുന്നത് എന്തൊക്കെ? CBI വരുന്നത് അന്വേഷണം അട്ടിമറിക്കാനോ? P. മുകുന്ദൻ പറഞ്ഞതിനപ്പുറം എന്ത്? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ ചർച്ചയിൽ ബി.ജെ.പി. നേതാവ് രാധാകൃഷ്ണ മേനോൻ, ഒപ്പം സുധീഷ് മിന്നി, ബിജു രമേശ്, ഒപ്പം BRM ഷഫീർ കോൺഗ്രസ് പ്രതിനിധി, ഒപ്പം ഭാസുരേന്ദ്ര ബാബു രാഷ്ട്രീയ നിരീക്ഷകനായും നമ്മോടൊപ്പം ചേരും. തുടരുമ്പോൾ ആദ്യം ബി.ജെ.പി. നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോനിലേക്ക്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഒരധികാരവും ലഭിക്കാതിരുന്നിട്ടും നിങ്ങൾ നടത്തിയ ക്രമക്കേടുകളെ സംബന്ധിച്ച് ഇന്ന് നാടും രാജ്യവും ഒക്കെ ചർച്ച ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ചർച്ചയ്ക്ക് ശേഷവും ഗ്രൂപ്പ് പോരിൻ്റെ ആന്തരിക വൈരുദ്ധ്യത്തിൽ അല്ലെങ്കിൽ ചക്ലാത്തി പോരാട്ടത്തിൽ നിങ്ങൾ ആ വിഷയത്തെ കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ ബി.ജെ.പി. ഉയർത്തുന്ന രാഷ്ട്രീയമായ സന്ദേശം എങ്ങനെയാണ് കേരളം വായിച്ചെടുക്കേണ്ടത്? ശ്രീ രാധാകൃഷ്ണ മേനോൻ. ഇപ്പോ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഞങ്ങളെ ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പി. സൃഷ്ടിച്ച ഒരു അഴിമതി എന്ന പ്രയോഗം തന്നെ ഈ കാര്യത്തിൽ ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിലെ പരാതിക്കാരനും ഇതിന്റെ നടത്തിപ്പുകാരനും ഇവർ രണ്ടുപേരും ബി.ജെ.പിയുമായി ബന്ധമുള്ളവരല്ല. ഡൽഹിയിലെ വ്യക്തിയുമില്ല, ഈ കോളേജ് നടത്തിപ്പുകാരനുമില്ല. പിന്നെ ബി.ജെ.പിയുമായി ബന്ധമുള്ള വിനോദ് ഇതിനിടനിലക്കാരനായി എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനടിസ്ഥാനത്തിൽ അയാളുടെ പേരിൽ പാർട്ടി നടപടിയെടുക്കുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായും അതിലെ ഒരു സംഘടനാ ബന്ധമുള്ള പരിപാടി എന്നുള്ള നിലയിൽ വിശേഷിപ്പിച്ചത് തന്നെ ശ്രീ രാധാകൃഷ്ണ മേനോൻ, അതായത് സതീഷ് നായർ എന്ന വ്യക്തി മോദിയുമായി അടുപ്പമുള്ള ആളാണെന്ന് ഇന്ന് തന്നെ ബോധ്യമായിട്ടുണ്ട്. അതിലേക്ക് നമുക്കെത്താം. ചർച്ചയുടെ ആദ്യഘട്ടം തുടരട്ടെ. അതായത് RS വിനോദ് എന്ന ബി.ജെ.പിക്കാരനെ മാത്രം ബലിയാടാക്കുന്നു എങ്കിൽ ഇന്ന് BL സന്തോഷിനെ, കോർ കമ്മിറ്റിയും നേതൃയോഗവും ഒക്കെ കഴിഞ്ഞതിന് ശേഷവും BL സന്തോഷിനെ കാണാൻ പോയത് വെവ്വേറെ തിരിഞ്ഞിട്ടാണ്. PK കൃഷ്ണദാസ് വിഭാഗവും മുരളീധര വിഭാഗവും ആ രീതിയിലാണ് നേതാക്കന്മാരായി അവിടെ എത്തിക്കണ്ടത്. അവിടെയും പ്രശ്നം പരിഹരിക്കുന്നില്ല എങ്കിൽ RS വിനോദിലേക്ക് മാത്രം കാര്യങ്ങളെ ഒതുക്കുന്നത് കേവലം കണ്ണിൽ പൊടിയിടാനല്ലേ? ഇവിടെ അങ്ങനെ വിഭാഗമായിട്ട് ആളുകൾ കണ്ടു എന്നൊക്കെയുള്ളത് വാർത്തകളാണ്. എന്നാൽ അതേസമയം അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോ ഒരു ജനാധിപത്യ സംഘടന എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയിലെ കാര്യങ്ങൾ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ വ്യക്തമായി അഭിപ്രായം പറയാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അതിലെ മേൽഘടകങ്ങളിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ ആ നിലയ്ക്ക് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായപ്പോ തന്നെ നമുക്കറിയാം, ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നിശ്ചയിച്ചതനുസരിച്ചിട്ടാണ് ഒരു കമ്മിറ്റിയെ വെച്ചത്. അപ്പൊ ആ കമ്മിറ്റി അതേക്കുറിച്ച് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി.
അപ്പൊ BJPക്ക് ഇത് പുറത്തു കൊണ്ടുവരാതിരിക്കാനായിരുന്നു പരിപാടിയെങ്കിൽ, അല്ലെങ്കിൽ മറച്ചു വെക്കാനായിരുന്നു പരിപാടിയെങ്കിൽ ഇങ്ങനെ ഒരു അന്വേഷണം ഒന്നും നടത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും സംഘടനാപരമായി മറച്ചു വെക്കുന്ന കാര്യം വിടൂ ശ്രീ രാധാകൃഷ്ണ മേനോൻ, മറച്ചു വെക്കുന്ന കാര്യം വിടൂ. അത് മാധ്യമങ്ങളിൽ എത്തിയതാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. അത് മാധ്യമങ്ങളിൽ എത്തിയത് കൊണ്ടാണ് ഇത്രയേറെ നടപടി ഉണ്ടായത്, ഇത്രയേറെ കോളിളക്കം ഉണ്ടായത്. ഈ മാധ്യമങ്ങളിൽ ഇത് എത്തിച്ചു എന്നതിന്റെ പേരിലാണ് VV രാജേഷിനും KP സുരേഷിനും മറ്റേ നസീറിനും ഒക്കെ എതിരെ ഈ നടപടിക്ക് ശുപാർശകൾ ചെയ്യുന്നത്. ശക്തമായ നടപടി വേണം, കേഡർ പാർട്ടി ആണ് BJP, ഇങ്ങനെ ചോർത്തി നൽകിയതിനെ കുറിച്ച് ശക്തമായ നടപടി വേണമെന്ന് ശ്രീ രാധാകൃഷ്ണ മേനോൻ അതുകൊണ്ട് ആ വാദം തള്ളുന്നതാണ്. ഒന്ന്, MT രമേശിനെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് എന്തിന്റെ അർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നത്? പിന്നെ അല്ല, ഇവിടെ ആർക്കും ആരുടെതിരെയും ഗൂഢാലോചന നടത്തുന്നു എന്നൊന്നും പാർട്ടി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടില്ല. ശ്രീധരൻ പിള്ള പറഞ്ഞു. അല്ല, അത് സ്വാഭാവികമായും MT രമേശിനെതിരെ അങ്ങനെ ഒരു നീക്കം നടന്നത് ഏതാനും ചില വ്യക്തികളുടെ താല്പര്യമനുസരിച്ചാണ് എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഏതായാലും അതിനെക്കുറിച്ച് ഒരു വലിയ നടത്തുന്നതും ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തീരുമാനിക്കുന്നതും അതനുസരിച്ച് സംഘടനാപരമായി നടപടിയെടുക്കുന്നതും ഒക്കെ ദേശീയ നേതൃത്വം ഇടപെട്ടിരിക്കുന്ന വിഷയം എന്നുള്ള നിലയിൽ അങ്ങനെ ദേശീയ നേതൃത്വവും നിങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യവും മാത്രമായി ഈ കാര്യത്തെ ഒതുക്കണ്ട. രാജ്യത്ത് മെഡിക്കൽ മേഖലയിലെ ആരോഗ്യ മേഖലയെ ഒക്കെ സ്വാധീനിക്കുന്നതാണ് നിങ്ങളുടെ അഴിമതിയുടെ വ്യാപ്തി എന്താണ്, ആ അഴിമതി ഉണ്ടാക്കാവുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ചർച്ച ചെയ്തേ മതിയാകൂ. അതിനൊക്കെ നിയമപരമായ പരിപ്രേക്ഷ്യവും ആവശ്യമാണ്. അതാണല്ലോ വിജിലൻസ് അന്വേഷണത്തിൽ ഉദ്ദേശിക്കുന്നതും. തീർച്ചയായും നിങ്ങൾ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതും. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ദയവായി താങ്കൾ പോകരുത്, താങ്കൾ ലൈനിൽ തുടരണം. ഇപ്പോൾ നമ്മോടൊപ്പം സുധീഷ് മിന്നി കൂടി ചേരുകയാണ്. ശ്രീ സുധീഷ് മിന്നി, ഇത് BJPയുടെ കേവലമായ ഒരു ആഭ്യന്തര തർക്കം എന്ന നിലയിലേക്ക് കാര്യങ്ങളെ ഒതുക്കി തീർക്കുന്നത് എത്ര കണ്ട് ശരിയാണ്? ഒന്ന്. രണ്ടാമത്തെ വലിയ വിഷയം സതീഷ് നായർ എന്ന ഇടനിലക്കാരനാണ്. സതീഷ് നായരിന് കോൺഗ്രസുമായിട്ടാണ് ബന്ധം, മൻമോഹൻ സിംഗുമായി ഒത്തിരുന്നു എന്നൊക്കെയുള്ള ഫോട്ടോയൊക്കെ കാണിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിൽ ഇന്ന് അതിന് വ്യക്തമായ മറുപടി എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സതീഷ് നായർക്ക് വ്യക്തമായ ബന്ധമുണ്ടെന്ന് ക്രെഡിബിളായ ഒരു പേഴ്സൺ തന്നെ പറഞ്ഞിരിക്കുകയാണ്. വളരെ വിശ്വാസയോഗ്യമായ ബിജു രമേശ് തന്നെയാണ് ആ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. സുധീഷ് മിന്നി, ശ്രീ സുധീഷ് മിന്നി, സുധീഷ് മിന്നി ലൈനിലുണ്ടോ? തീർച്ചയായും. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ബിജു രമേശ് ലൈനിലുണ്ടെങ്കിൽ, ബിജു രമേശ് ലൈനിലുണ്ടോ? ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് സതീഷ് നായർ എന്ന വ്യക്തിയെ സംബന്ധിച്ച്, ഇടനിലക്കാരൻ എന്ന് പറയുന്ന സതീഷ് നായർ എന്ന വ്യക്തിയെക്കുറിച്ച് ഇന്നലെ വരെ BJP പറഞ്ഞിരുന്നത് അയാൾക്ക് കോൺഗ്രസ് ബന്ധമാണ്, RS വിനോദിനെ മാത്രം ചാരി കാര്യങ്ങളെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായി പറഞ്ഞതാണ്. ഒരു പക്ഷേ പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനെന്ന് നമുക്കൊക്കെ വ്യക്തമാണ്. അതൊക്കെ ആരോപണ വിധേയരുടെ വെപ്രാളം ആയി കാണാം അതിനെ. പക്ഷേ സതീഷ് നായർക്ക് വ്യക്തമായി പ്രധാനമന്ത്രിയുമായി ബന്ധമുണ്ട് എന്ന് ബിജു രമേശ് തന്നെ വ്യക്തമാക്കി. ബിജു രമേശ് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളുടെ പേരിലാണല്ലോ സമരങ്ങളടക്കം BJP അടക്കം നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ബിജു രമേശ് പറഞ്ഞത് ഇതും വിശ്വസിക്കാവുന്നതല്ലേ? അല്ല, ബിജു രമേശ് ഒരു BJP നേതാവല്ല. അതുപോലെ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന നിലയ്ക്കുള്ള രാഷ്ട്രീയം വ്യക്തമാക്കിയിട്ടുള്ള ആളുമല്ല അദ്ദേഹം. എന്തായാലും കേരളത്തിൽ അദ്ദേഹത്തിന് സ്വതന്ത്രനായി അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം തമിഴ്നാടുമായി ബന്ധിപ്പിച്ച് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് ഡൽഹി സെൻറ്റേഡ് ആയിരിക്കുന്ന രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഗൗരവതരമായി എത്തിയിട്ടുണ്ടെന്നോ അവിടുത്തെ അന്തർഗതങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ആളാണെന്നോ പറയാൻ കഴിയാത്ത അല്ല. ശ്രീ ഭാസുരേന്ദ്ര, അതായത് അതിന് അടിവരയിടുന്ന ഒരു കാരണം കൂടിയുണ്ട്. പ്രകാശാനന്ദയെ കാണാൻ പ്രകാശാനന്ദയ്ക്ക് ദില്ലിയിൽ ചെന്നപ്പോൾ കാര്യകാരണ സഹിതമാണ് ബിജു രമേശ് അത് വ്യക്തമാക്കുന്നത്. നമ്മുടെ ടെലിഫോണിൽ അദ്ദേഹം എത്തും. പ്രകാശാനന്ദയെ ബിജു രമേശ് തന്നെ, സാക്ഷാൽ ബിജു രമേശ് തന്നെ നമ്മുടെ ലൈനിലുണ്ട്. കാണാം, കേൾക്കാം. ശ്രീ ബിജു രമേശ്, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. അതായത്
ഈ സതീഷ് നായരെ കോൺഗ്രസിലേക്ക് പഴിചാരി കാര്യങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കമാണ്, RS ബാബുവിലേക്ക് മാത്രം കാര്യങ്ങൾ ഒതുക്കാനുള്ള നീക്കമാണ് BJP നടത്തിയത്. അത് പോകട്ടെ. സോറി RS വിനോദ് ഒരിക്കലും അല്ല, RS ബാബു അല്ല, RS വിനോദ്, സോറി, തീർച്ചയായും RS വിനോദിലേക്ക് മാത്രം കാര്യങ്ങൾ ഒതുക്കാനാണ് BJP ശ്രമിച്ചത്. അത് BJPയുടെ വിഷയമായി കണ്ട് നമുക്ക് മാറ്റി നിർത്താം. താങ്കൾ വസ്തുതാപരമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളാണെന്ന് കേരളത്തിന് ബോധ്യമായിട്ടുണ്ട്. ഈ പ്രകാശാനന്ദയെ കാണാൻ പ്രധാനമന്ത്രിക്ക് അവസരം ലഭിച്ചിരുന്നത്, അതായത് മുഖ്യമന്ത്രിക്കടക്കം അവസരം നിഷേധിച്ച സമയത്ത് പ്രകാശാനന്ദയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പെട്ടെന്ന് കാണാൻ സമയം ലഭിച്ചത് ആരുടെ ഇടപെടൽ കൊണ്ടാണെന്ന്? സ്വാമിജി എന്നോട് ഞാൻ ഡൽഹി പോകുന്നു പറഞ്ഞപ്പോ സ്വാമിജി പറഞ്ഞു എനിക്ക് ഞാൻ പ്രത്യേകിച്ചായിട്ട് എന്റെ ഔദ്യോഗികമായ കാര്യങ്ങൾക്കാണ് ഞാൻ ഡൽഹി പോയത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു അടുത്ത നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഡൽഹിക്ക് പോകണമെന്ന് പറഞ്ഞു. സ്വാമി എന്നോട് പറഞ്ഞു ഞാൻ ഡൽഹി ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് ഡൽഹി കാണണമെന്ന് ആഗ്രഹമുണ്ട്, നീ എന്നെ കൂടെ കൊണ്ടുപോകുമോ? ഒരു നമ്മുടെ മഠാധിപതി ആയിരിക്കുന്ന സ്വാമി എന്നോട് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഞാൻ കൊണ്ടുപോകാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അവിടെ വർക്കല അനിൽ ഇരിപ്പുണ്ട്, സ്വാമിയുടെ സെക്രട്ടറി ഉണ്ട്, പറഞ്ഞു നമ്മൾ എല്ലാവരും കൂടെ പോവാം അല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ സ്വാമിമാരെന്ന് പറയും എന്റെ ഋതംബരാനന്ദനാണെങ്കിൽ ഭയങ്കര പാരയാണ്. അയാൾ കഴിഞ്ഞ പ്രാവശ്യം സ്വാമി അയാളെ ദുബായി കൊണ്ടുപോയി വിസ എടുത്തോണ്ട് വന്നപ്പോ വേറെ ആരുമില്ല, നമുക്ക് KFC SFC മുരളി വിസ എടുത്തോണ്ട് വന്നപ്പോ അതിനെ സ്വാമി ഭയങ്കരമായിട്ട് ബഹളം വെച്ച് കൂടെ വിടാൻ അനുവദിച്ചില്ല. ഇത് ആരും അറിയണ്ട, നമുക്ക് പോയിട്ടുണ്ട്, ബിജു ആരുടെ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ആരുടെ പറയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തപ്പോ എന്നാ പോകുന്ന ഡേറ്റ് ഞാൻ തിരിച്ചു വിളിച്ചു പറഞ്ഞു. ഇവർക്ക് 3 പേർക്കുള്ള ടിക്കറ്റ് ഞാൻ എടുത്തു കൊടുത്തു. സ്വാമി മഠത്തിലെ വണ്ടിയെ ഉപയോഗിക്കാതെ അനിലിനോട് പറഞ്ഞ് വേറെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടാണ് സ്വാമി എന്റെ വീട്ടിൽ വരുന്നത്. മനോരമ പത്രത്തിൽ എഴുതിയേണ്ട ഞാൻ സ്വാമി കൊണ്ടുപോകാനൊക്കെ എഴുതിയിരിക്കുന്ന സ്വാമി എന്നിട്ട് എന്നിട്ട് അപ്പൊ ഈ ഐഡി കാർഡ് ഇല്ലാതെ പ്ലെയിനിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സ്വാമിയും സ്വാമിയുടെ PA ഈ പറയപ്പെട്ട അനിലും എല്ലാവരുമായിട്ട് വന്നു. ഞങ്ങൾ എല്ലാവരും കൊണ്ട് നേരെ ഡൽഹിക്ക് പോയി. അപ്പൊ 2 ദിവസം ഡൽഹി കറങ്ങി കണ്ടപ്പോഴാണ് ഒരു ദിവസം 3ാമത്തെ ദിവസം എന്റെ അടുത്ത് എന്നെ കാണാനായിട്ട് 2ാമത്തെ ദിവസം വൈകുന്നേരം സതീഷ് നായർ വന്നു. ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോ വന്നപ്പോ സ്വാമി ഉണ്ടായി. ഞങ്ങളെല്ലാം കൂടെ വൈകിട്ടിരുന്നപ്പോ വന്നായിരുന്നു. വന്നപ്പോ ഞാൻ പരിചയപ്പെടുത്തി. ഞാൻ പറയും മറ്റേ ഇവിടുത്തെ PMO അടുപ്പമുള്ള ആളാണെന്ന് പറഞ്ഞപ്പോഴാണ് സ്വാമി ഇങ്ങോട്ട് ചോദിച്ചത് എനിക്ക് നരേന്ദ്രമോദി ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമെന്ന്. ഞങ്ങൾ പെട്ടെന്ന് സ്വാമിയുടെ ചോദ്യം പൊട്ട് പ്രതീക്ഷിച്ചില്ല, അപ്രസക്തമായിട്ട് പെട്ടെന്നൊരു ചോദ്യം വന്നതാണ്. ഞങ്ങൾ പെട്ടെന്ന് സ്റ്റണ്ടായി പോയി. ഞങ്ങൾ ഇതിന്റെ അപ്പൊ ഞാൻ ചോദിച്ചു സതീഷ് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ ചേട്ടാ അത് 1 മാസമെങ്കിലും നമ്മൾ മുമ്പ് എഴുതി കൊടുത്താലേ കാണാൻ പറ്റൂടെ, ആരെയും അനുവദിക്കുന്നില്ല, ഇപ്പൊ എന്തൊക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് വളരെ ടൈറ്റാണ്, ആരെയും PM കാണാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്വാമിയുടെ ആഗ്രഹം പറഞ്ഞില്ലേ, നിങ്ങളത് റിക്വസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. ഒരു മെയിൽ നേരെ അവിടെ കൊടുത്തു സ്വാമിക്ക് PM-ന്റെ ഓഫീസിലേക്ക്. രാവിലെ 10 മണിക്കാണ് കൊടുക്കുന്ന. 12 മണിക്ക് ഫോൺ വന്നു, സ്വാമിയെ കാണാനായിട്ട് അനുവദിച്ചുകൊണ്ട് ഫോൺ വന്നു. 4 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലില് PM-ന്റെ അവിടെ നിന്ന് കാറ് വന്ന് സ്വാമി അവിടെ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകാൻ ചെയ്തതല്ല, ഞങ്ങളാരും കൊണ്ടുപോയതല്ല, ഞാൻ പോയിട്ടുമില്ല കൂടെ. ആ കൂടെ പോയത് സ്വാമിയുടെ PA-യും സതീഷ് നായരും സ്വാമിയായിട്ട് 3 പേരായിട്ട് PM-നെ കാണാൻ പോയി കണ്ടിട്ട് വന്നു. കണ്ടു അനുഗ്രഹിച്ചു. കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ച് ചർച്ചയോ അതുകൊണ്ട് അവിടെ കച്ചവടമോ അല്ല മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രിയാക്കണമെന്നോ അല്ലെ രാഷ്ട്രപതിയാക്കണമെന്നൊന്നും പറയാനായിട്ടൊന്നും അല്ല സ്വാമി പോയത്. പഞ്ചായത്ത് ശിവേരി മഠത്തെന്ന് പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ പോലും ആക്കുമെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് പോയിട്ട് ഒരു കേന്ദ്ര മന്ത്രിയാക്കണം പറയുന്നതൊക്കെ എഴുതി വെച്ചേക്കുന്നതായിട്ട് നമ്മൾ തന്നെ അന്തം വിട്ടു. കേന്ദ്ര മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ്. അത് പോകട്ടെ. നമുക്ക് സതീഷ് നായരിലേക്ക് എത്തിയ, അതായത് സതീഷ് നായർ എന്ന വ്യക്തിയുടെ മാത്രം ഇടപെടൽ കൊണ്ടാണ് അത്ര പെട്ടെന്ന് പ്രകാശാനന്ദയ്ക്ക് നരേന്ദ്രമോദിയെ കാണാനായത് അല്ലേ ബിജു രമേശ്? എന്ന് ഞാൻ വിലയിരുത്തുന്നില്ല. കാര്യം ഈ സതീഷ് നായരാണ് മെയിൽ കൊടുത്തതെങ്കിലും മോഡിജി കണ്ടത്, പ്രധാനമന്ത്രി കണ്ടത് ശിവഗിരി മഠത്തിന്റെ മഠാധിപതിക്ക് കാണാൻ അപ്പോയിന്റ്മെന്റ് കൊടുത്തത്. അപ്പൊ മഠാധിപതിയുടെ കൂടെ 2 പേര് അക്കമ്പനി ചെയ്യുന്നത് ഇവർ 2 പേരുമായിട്ടാണ് പോയത്. കാര്യം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കാനോ കാര്യങ്ങൾ സംസാരിക്കാനോ എന്തെങ്കിലും ആയിരിക്കാം സ്വാമിയുടെ PA-യും ഈ പറയപ്പെടുന്ന സതീഷ് നായർ കൂടെയാണ് സ്വാമി കാണാൻ പോയത്. അവർ പോയി കണ്ടിട്ട് തിരിച്ചു വരും. വളരെ കാര്യമായിട്ട് വന്ന വെളിയിൽ നിന്ന് തന്നെ വളരെ എല്ലാവരും സ്വീകരിച്ചാണ് സ്വാമിയെ കൊണ്ടുപോയത്. പക്ഷേ ശ്രീ ബിജു രമേശ്, അതായത് മുഖ്യമന്ത്രിക്ക് പോലും, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും അനുമതി ലഭിക്കാതെ പ്രധാനമന്ത്രി മാറിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പ്രകാശാനന്ദയ്ക്ക് അനുമതി ലഭിച്ചത് സതീഷ് നായരുടെ ഇടപെടൽ കൊണ്ടല്ലേ? അല്ലെങ്കിൽ സതീഷ് നായർക്ക് PMOയുടെ ഓഫീസുമായി PM-ന്റെ ഓഫീസുമായി നല്ല ബന്ധമുണ്ട് എന്നല്ലേ അത് സ്ഥിരീകരിക്കുന്നത്?
ഒന്ന് ബന്ധം ഉണ്ടാവാം, ഒരു കാര്യം. രണ്ടാമത് അതിലൊക്കെ ഉപരി വന്നിരിക്കുന്നത് ഒരു ശിവഗിരി മഠത്തെ പ്രധാനമന്ത്രി വളരെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ഗുരുദേവനെ കാണുന്നത്. ഗുരുദേവന്റെ ഒരു പ്രതിപുരുഷനായിട്ട് വന്നിരിക്കുന്ന മഠാധിപതിയെ ആയതുകൊണ്ടാണ് ഇത് അദ്ദേഹം സമയം കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ ഞാനും കാണാനായിട്ട് അനുവദിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. യാതൊരു പ്രതീക്ഷയില്ലാത്തൊരു കാര്യം. സ്വാമി ആഗ്രഹം പ്രകടിപ്പിച്ചു, നമ്മൾ പേപ്പർ കൊടുക്കാൻ പറഞ്ഞ് ഒരു മെയിൽ കൊടുത്തു. അതായത് സ്വാമിക്ക് PM-ന് കാണാനായി മെയിൽ കൊടുത്തതാരാണ്? സതീഷ് നായരാണ് മെയിൽ കൊടുത്തത്. ഓക്കെ, തീർച്ചയായും. ഈ സതീഷ് നായരെ കുറിച്ച് മുമ്പ് താങ്കൾക്കറിയാമോ? സതീഷ് നായർ എനിക്ക് അതിനു മുമ്പേ അറിയാം. അതിനു മുമ്പ് പലപ്പോഴും നമ്മുടെ അമ്പലത്തിൽ കുടുംബക്ഷേത്ര വെൺപാലോട്ട ക്ഷേത്രത്തിലെ ഉത്സവത്തിനൊക്കെ വരാറുണ്ട്. അവിടെ വെച്ച് വന്ന് വന്നാൽ എന്നെ കണ്ടിട്ടേ പോകാറുള്ളൂ. പിന്നെ ട്രിവാൻഡ്രത്ത് ഇടയ്ക്ക് വരുമ്പോൾ വന്ന് കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഈ പുതിയ BJP-യുടെ പുതിയ മാറ്റം വന്ന പുതിയ പ്രസിഡന്റൊക്കെ വന്നതിന് ശേഷം കുമ്മനം അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തെ കണ്ടിട്ട് വന്നപ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്ന് എന്നെ ഒന്ന് കണ്ടായിരുന്നു. അവിടെ പോയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉള്ളൊരു അതായത് കുമ്മനം രാജശേഖരൻ പ്രസിഡന്റ് ആയതിനു ശേഷം BJP-യുടെ അധ്യക്ഷനായതിനു ശേഷം സതീഷ് നായർ ചെന്ന് കണ്ടിരുന്നു. അവിടെ വന്നിട്ട് അവിടെ ഓഫീസിൽ പോയി കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞു. അവിടെ പോയിട്ടാ വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ സതീഷ് നായർ ഉണ്ടായിരുന്നു, RS വിനോദൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടി തന്നെ എന്നെ കാണാനും വന്നത്. വെറുതെ ഒരു കാഷ്വൽ വിസിറ്റ് ആയിട്ട് വന്നായിരുന്നു. തീർച്ചയായും വളരെ വ്യക്തം, വളരെ വ്യക്തം. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ ബിജു രമേശ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ കേട്ടല്ലോ. അല്ല, ഇത് ഒരു അത്ഭുത. ഇപ്പോ സതീഷ് നായര് ശ്രീ രാധാകൃഷ്ണ മേനോൻ നോക്കൂ. ഞാൻ പറയുന്നത് കേൾക്കാനാണെങ്കിൽ ഞാൻ അതിന് നിങ്ങൾ പറഞ്ഞു കേട്ടതിന് മറുപടി ഞാൻ പറയാം. തീർച്ചയായും. കാരണം സതീഷ് നായര് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള ആളായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന് ആ ഓഫീസിലേക്ക് ഒരു മെയിൽ അയക്കാൻ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെയോ മെയിൽ ID ലഭിക്കാനോ ബുദ്ധിമുട്ടില്ല. അതേസമയം തന്നെ ഈ പ്രകാശാനന്ദ സ്വാമിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ കുറിച്ച് പ്രധാനമന്ത്രിക്ക് നേരിട്ടറിയാം. അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ ശിവഗിരി മഠത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ശിവഗിരി മഠത്തെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്, പ്രകാശാനന്ദ സ്വാമിയെ കുറിച്ച് ധാരണയുണ്ട്, ഗുരുദേവനെ കുറിച്ച് ധാരണയുള്ള നരേന്ദ്രമോദിജി ആ പേരിൽ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചപ്പോൾ അന്നേ ദിവസം അദ്ദേഹം ഡൽഹിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് അടിയന്തര സ്വഭാവത്തിൽ അപ്പോയിന്റ്മെന്റ് കൊടുത്തു എന്നത് ശരിയാണ്. അപ്പൊ അതിലെന്താ തെറ്റ്? അപ്പൊ ഈ സതീഷ് നായർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസുമായോ മോദിയുമായോ ഒരു ബന്ധവുമില്ല, ആലുവ മണപ്പുറത്ത് കണ്ട ബന്ധം പോലും ഇല്ലെന്ന് BJP പറഞ്ഞത് തെറ്റാണേ? അല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മെയിൽ കൊടുത്തത് ഇതിനു മുമ്പ് മൻമോഹൻ സിംഗിന്റെ കാലം മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ആരെയൊക്കെ അദ്ദേഹത്തിന് പരിചയം ഉണ്ടാവുമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാ മൻമോഹൻ സിംഗുമായി നിൽക്കുന്ന ഫോട്ടോ വന്നത്? അപ്പൊ അദ്ദേഹം ഈ പറയുന്ന വ്യക്തി ഡൽഹി കേന്ദ്രീകരിച്ച് പല ഇടപാടുകളും നടത്തുന്നയാളായിരിക്കും. അത് നരേന്ദ്രമോദി വന്നപ്പോഴും തുടരുന്നു എന്ന് പറഞ്ഞാൽ മതി. അതെ, അല്ല അങ്ങനെയാണോ എന്നുള്ളത് അന്വേഷിച്ച് ഇനി പുറത്തു വരേണ്ട കാര്യമാണ്. ഈ വ്യക്തിയെ എനിക്കറിയില്ല. വ്യക്തമാണ്. രണ്ടാമത്തെ വിഷയം, ഈ കൺസേൺഡ് പേഴ്സൺ, അതായത് RS വിനോദ്, ഈ നിങ്ങൾ പുറത്താക്കിയ അഴിമതിക്കാരൻ എന്ന് പറയുന്ന RS വിനോദും സതീഷ് നായരും കുമ്മനം രാജശേഖരൻ BJP അധ്യക്ഷനായതിനു ശേഷം പോയി കണ്ടതിന് ശേഷം എത്തിയ ഒരു കാര്യവും കൂടി ബിജു രമേശ് പറഞ്ഞു. അതിനുകൂടി ഒരു വിശദീകരണം. അല്ല, എനിക്കതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണയില്ല. ഈ സതീഷ് നായർ അന്ന് വന്നതായിട്ട് എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തെ പരിചയവുമില്ല. അതേസമയം ബിജു രമേശിനെ കണ്ടില്ലയോ എന്നുള്ളത് ബിജു രമേശിനാണ് അറിയാവുന്നത്. അപ്പൊ അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യത്തിൽ എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ കുമ്മനത്തിനെ കാണാൻ വന്നു, തിരുവനന്തപുരത്ത് വന്നപ്പം കണ്ടിട്ടുണ്ടാവും. ആരെ കണ്ടിട്ടാണ് പോയത്, ആരെ കണ്ടിട്ടാണ് വന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും സതീഷ് നായർ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് കേന്ദ്രത്തിലെ IB-യോ അല്ലെങ്കിൽ CBI-യോ ആരാണെന്ന് വെച്ചാൽ അന്വേഷിക്കട്ടെ, കേസെടുക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട ആ വ്യക്തി നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ പുറത്തു വരട്ടെ. അതിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്നതിന്റെ ഗുട്ടൻസ് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചർച്ച എത്താം അതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കളുടെ സംശയം തൃപ്തിയായോ? കേവലമായ ഒരു സതീഷ് നായർ, ഏതോ ഒരു ബന്ധം, ആർക്കോ വേണ്ടി ശ്രമിച്ചു, പാവം BJP-യെ കുടുക്കി, ആ വാദം പോയല്ലോ. അല്ല, അതിനെത്തിപ്പോൾ ശ്രീ രാധാകൃഷ്ണ മേനോനും ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ വിഷമമുണ്ടാകും. ശ്രീ സതീഷ് നായരുടെ മെയിൽ ID-യിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ടൊരു മെസ്സേജ് പോവുകയാണ്. അതൊന്നും ഇനി ആർക്കും ചോദ്യം ചെയ്യാനാവില്ലല്ലോ. അങ്ങനെ പോകുമ്പോൾ 2 മണിക്കൂറിനകത്ത് മറുപടി ലഭിക്കുന്നു.
എന്താ അഭിമുഖം അനുവദിച്ചുകൊണ്ട് അല്ലേ, അങ്ങനെ അത് അനുവദിച്ചുകൊണ്ടാണ് വരുന്നത്. പ്രകാശാനന്ദ വലിയൊരു മഠത്തിൻ്റെ വലിയ മഠാധിപതി തന്നെയാണ്. അദ്ദേഹത്തെ ചാരി ഇവരാരും രക്ഷപ്പെടാൻ നോക്കണ്ട, ബിജു രമേശ് അടക്കം രക്ഷപ്പെടാൻ നോക്കണ്ട. കാരണം സതീഷ് നായരുടെ ഐഡിയിൽ നിന്ന് പോകുമ്പോൾ സംശയാസ്പദമായി അതിനകത്ത് യാതൊന്നും കാണാൻ കഴിയാത്ത വണ്ണം പൂർവ്വബന്ധങ്ങൾ ആ ഓഫീസുമായി ഉണ്ട് എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, രാധാകൃഷ്ണ മേനോൻ തന്നെ പറഞ്ഞല്ലോ. അതുമാത്രമല്ല സതീഷ് നായരുടെ ദില്ലി അവസ്ഥ ഹൈലി ഡ്യൂബിയസ് ആണ്. ഇന്ന് പത്രങ്ങൾ നോക്കുകയാണെങ്കിൽ 3 വീടുകളാണ് അയാൾക്ക് അവിടെ ഉറങ്ങുന്ന വീടുകൾ. ഇടപെടുന്നതിൽ ക്ഷമിക്കണം, സുധീഷ് മിന്നി നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം യാത്രയിലാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിലേക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. സുധീഷ് മിന്നി, താങ്കൾ കേൾക്കുന്നുണ്ടോ? ശ്രീ സുധീഷ് മിന്നി, താങ്കൾ കേൾക്കുന്നുണ്ടോ? അതായത് ഈ സതീഷ് നായരെ കോൺഗ്രസിലേക്ക് ചാർത്തി രക്ഷപ്പെടാനുള്ള നീക്കമായിരുന്നു BJP നേതൃത്വം ഇന്നലെ വരെ നടത്തിയതെങ്കിൽ പ്രകാശ് ആനന്ദയുമായി ബന്ധപ്പെട്ട് സതീഷ് നായർക്ക് മോദിയുമായുള്ള ബന്ധം, അതിനുശേഷം കുമ്മനം രാജശേഖരനെ സതീഷ് നായരും ഈ RS വിനോദും അടക്കമുള്ളവർ കണ്ടതിന് ശേഷം എത്തിയ കാര്യമൊക്കെ ബിജു രമേശ് തന്നെ തന്റെ അനുഭവ സാക്ഷ്യം വെളിപ്പെടുത്തി. ഈ ഘട്ടത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ പറയാനുണ്ടോ? ഇപ്പോ കൊല്ലത്തെ BJPയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ എന്നെ വിളിച്ചിരുന്നു. അവിടെ 2015 ആയഞ്ചേരി ജയചന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ മണ്ഡലം പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ PK കൃഷ്ണദാസ് എന്ന് പറയുന്ന തലശ്ശേരിയിലെ BJP നേതാവ്, മുരളീധരൻ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ അഞ്ചൽ അരൂർ സ്വദേശി ഒരു വ്യവസായി, അദ്ദേഹത്തിന്റെ റിയൽ അക്കൗണ്ടിൽ നിന്ന് 1 കോടി രൂപ, അതായത് 50 ലക്ഷത്തിന്റെ 2 ചെക്ക് PK കൃഷ്ണദാസിന്റെ പേരിൽ കൊടുത്തിട്ടുണ്ട്. ആര് കൊടുത്തു? കൊല്ലം ഈ മുരളീധരൻ കൊടുത്തു. ഈ 1 കോടി രൂപ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ വന്നിട്ടില്ല, PK കൃഷ്ണദാസിന്റെ പേരിലാണ് കൊടുത്തത്. അപ്പൊ BJP ഇപ്പോൾ പേരിലും ഓരോ വ്യക്തിയുടെ പേരിലും അക്കൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഈ പൈസ എവിടെയാണുള്ളത്? ഇനി രണ്ടാമത്, മലപ്പുറത്ത് കൊളപ്പുറത്തുള്ള ഒരു ജ്വല്ലറി ഉടമയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് റെസീറ്റ് കൊണ്ട് BJPയുടെ സംസ്ഥാന സമിതി അംഗവും അതുപോലെ തന്നെ കാസർഗോഡ് മത്സരിച്ച സുരേന്ദ്രൻ ഉണ്ടല്ലോ, K സുരേന്ദ്രൻ, അദ്ദേഹം റെസീറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, പക്ഷെ പൈസ കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ പൈസ ഓൾറെഡി BJPയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, കള്ളപ്പണം വെളുപ്പിക്കാനും ഹവാലപ്പണമൊക്കെ വെളുപ്പിക്കാനുമുള്ള ഒരു മാർഗമായി BJPയെ നേതാക്കൾ തന്നെ കാണുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. സ്വന്തം കാര്യത്തിന് വേണ്ടി, വ്യക്തി കാര്യങ്ങൾക്ക് വേണ്ടി സംഘടനയെ ഉപയോഗിക്കുന്ന നിലയിലേക്ക് വന്നു. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ PK കൃഷ്ണദാസിന്റെ മകൾക്ക് ഈ അമൃത മെഡിക്കൽ കോളേജിൽ 50 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ജില്ലയിൽ കമ്മിറ്റിയിൽ നിന്ന് അടി ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ആരാണ് കൊടുത്തത്, ഈ സോഴ്സ് എവിടെ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാ ജില്ലാ കമ്മിറ്റിയിലും കുഴപ്പമുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. സ്ഫോടനാത്മകമായ ഒരുപാട് വാർത്തകൾ ഇനി ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും. പലരും തുറന്നു പറയാൻ തുടങ്ങും. തീർച്ചയായും ബ്രേക്കിംഗ്, അതായത് PK കൃഷ്ണദാസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ 1 കോടി രൂപ കൈപ്പറ്റി. അദ്ദേഹത്തിന്റെ പേരിൽ PK കൃഷ്ണദാസിന്റെ പേരിൽ 1 കോടി രൂപ കൈപ്പറ്റി. അഴിമതിയാണ്. തീർച്ചയായും മിന്നി പറയൂ. മുരളീധരൻ എന്ന് പറഞ്ഞ വ്യവസായിയാണ് കൊടുത്തത്. മുരളീധരൻ എന്ന വ്യവസായിയിൽ നിന്ന് PK കൃഷ്ണദാസ് എന്ന BJP നേതാവ് അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ 1 കോടി രൂപ എഴുതി വാങ്ങി. തീർച്ചയായും അതൊരു അഴിമതി തന്നെയാണ്. സുധീഷ് മിന്നി ആരോപിക്കുന്ന നമ്പർ 1 പുതിയതായുള്ള ഒരു അഴിമതി ആരോപണം. 2, K സുരേന്ദ്രൻ എന്ന BJPയുടെ മുതിർന്ന നേതാവ്. K സുരേന്ദ്രൻ തന്റെ കള്ളപ്പണം വെളുപ്പിക്കാനായി രേഖ ഒപ്പിക്കാൻ ജുവല്ലറി ഉടമയിൽ നിന്ന് 1 ലക്ഷത്തിന്റെ രസീത് മാത്രം എഴുതി വാങ്ങി, പൈസ വാങ്ങിയിട്ടില്ല. തീർച്ചയായും മിന്നി ആരോപിക്കുന്ന അഴിമതി ആരോപണം 2 ശരിയല്ലേ മിന്നി? പൂർണ്ണമായും ഇതിന് ഏത് തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ്. തീർച്ചയായും. ശ്രീ രാധാകൃഷ്ണ മേനോൻ എന്തെങ്കിലും പറയാനുണ്ടോ?
അല്ല, ഈ സുധീഷ് ബെന്നി ഉന്നയിക്കുന്ന ആരോപണം എന്നൊക്കെ പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം അയാള് ഇതിലുമായി ബന്ധമില്ലാതെ ഇതിൽ നിന്ന് പോയിട്ട് രാജ്യം മുഴുവൻ BJP RSSനെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ അയാൾ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേസെടുത്തോളൂ, അങ്ങനെയെങ്കിൽ കേസെടുത്തോളൂ, ഏത് അന്വേഷണത്തിലും സഹകരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ലല്ല, അതിപ്പോ അയാൾ വഴി നിങ്ങളുടെ ചാനലും ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി വർത്താനം പറയുന്ന ഒരാളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇതിൽ കൂടെ വിളിച്ചു പറയിച്ചിട്ട് അതിനെല്ലാം BJP മറുപടി പറയണമെന്ന് പറഞ്ഞാൽ ഇത് ശുദ്ധ മോഷ്കാണ്. അപ്പൊ അതിനപ്പുറത്ത് അതിനകത്ത് വേറെ കാര്യമില്ല. PK അങ്ങനെ പറയരുത്. നിങ്ങൾ ഈ പറയുന്ന കാര്യം സുധീഷ് ബിന്നിയിലേക്കല്ല ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞു ബിന്നി പറഞ്ഞു ഈ PK കൃഷ്ണദാസിന്റെ മകള് പാലാ ബ്രില്യന്റില് വന്നിട്ട് ഒരു വർഷം പഠിച്ചിട്ട് അതിനുശേഷം ടെസ്റ്റ് എഴുതി അമൃതായാലും ടെസ്റ്റ് എഴുതിയിട്ടാണ് ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിലേക്ക് ചുമ്മാ ആരോപണം ഉന്നയിച്ചിട്ട് ആളുകളെ വഷളാക്കാൻ വേണ്ടി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനലായതുകൊണ്ട് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരെ വിളിച്ചിട്ട് അങ്ങനെ പറയുന്നതിനൊക്കെ BJP ആര് പറയും? അത് അടിസ്ഥാനരഹിതമാണ്. അത് കൊള്ളാം. ശ്രീ രാധാകൃഷ്ണൻ തുടരൂ. മിന്നി കൂടുതൽ പറയട്ടെ. സുധീഷ് മിന്നി അതായത് കേൾക്കാമെങ്കിൽ, അതായത് ഇതിന് തെളിവുണ്ടോ താങ്കളുടെ പക്കൽ? ഇത് കേവലം താങ്കളുടെ വെടിപൊട്ടിക്കലാണെന്ന് പറയുമ്പോൾ അതിന് ചുട്ട മറുപടി നൽകൂ. ഇതിനൊക്കെ എന്ത് സമാധാനമാണ് ഞാൻ പറയേണ്ടത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനെന്ത് സമാധാനമാണ് പറയേണ്ടത്? ഇവരെ സംബന്ധിച്ചിടത്തോളം ആരാണോ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് അയാളെ പുറത്താക്കുക, അതാണ് അവരുടെ കാര്യം. ആ ആരോപണം ഉന്നയിക്കപ്പെടുന്നവരെ പുറത്താക്കുക എന്ന രീതി BJP ഒഴിവാക്കണം. ആ ആരോപണം എന്താണ് എന്ന് വ്യക്തമായി പരിശോധിക്കണം. ഇത് കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ പല അംഗങ്ങൾക്കും മുറുമുറുപ്പുണ്ട്. അവരാണോ കൊല്ലം ജില്ലാ കമ്മിറ്റി, BJPയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ളവരാണോ താങ്കളോട് ഇത് വെളിപ്പെടുത്തിയത്? അവിടെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടെ പരാതി പറഞ്ഞാല് അല്ല, പാർട്ടിയെ സംബന്ധിച്ച് അത് ഈ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അതിന് പരാതി പറയാൻ വ്യക്തമായ വേദിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് തന്നെ അന്വേഷണം. എന്റെ ചോദ്യം ഇതാണ് രാധാകൃഷ്ണനോട്. എന്റെ ചോദ്യം ഇതാണ്: ഈ മുരളീധരൻ എന്ന് പറഞ്ഞ ആളെ കയ്യിൽ നിന്ന് 1 കോടി രൂപ ചെക്ക് ഈ പറയുന്ന കൃഷ്ണദാസ് കൈപ്പറ്റിയിട്ടില്ല, ഉറപ്പാണോ? അല്ല, അത് പറയേണ്ടത് ഇത് ആരോപണമാണ്. എന്റെ ചോദ്യം നിങ്ങളുമായിട്ട് ഇതിന്റെ സത്യത്തിൽ നിങ്ങളെപ്പോലുള്ള ഒരാളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ എനിക്കത് ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇതിനകത്ത് ഈ പറയുന്ന മുരളീധരനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരോ ഈ ആരോപണം ഉന്നയിക്കാൻ ബാധ്യതയുള്ള വേദിയിൽ കൊടുത്താൽ അതിനെ സംബന്ധിച്ച് വരുന്ന സമയത്ത് ചർച്ച ചെയ്യാമെന്നല്ലാതെ ഇത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനലിൽ കൂടെ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, പിന്നെ ഞാനൊരു മാന്യതയുടെ പേരിൽ ആ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായി എന്നുള്ളതിനപ്പുറത്ത് ഈ ആരോപണത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അത് ശരിയല്ല. അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള വേദിയാക്കി ഇതേപോലെയുള്ള ചാനൽ ചർച്ചയെ മാറ്റുന്നത് തന്നെ ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയെങ്കിൽ ഈ മുരളീധരൻ എന്ന വ്യവസായി ആരാണ്? താങ്കളോട് ഇത് പറഞ്ഞ ആൾക്കാരുടെ പേരൊരു പക്ഷെ താങ്കൾക്ക് വെളിപ്പെടുത്താനാകില്ല, പക്ഷെ അതിന് സ്റ്റാൻഡ് ചെയ്യുന്ന തെളിവുകൾ താങ്കളുടെ പക്കലുണ്ടോ? അന്വേഷണ സംഘം എത്തിയാൽ പൂർണ്ണമായിട്ടും ഞാൻ ഈ അന്വേഷണത്തോട് സഹകരിക്കും. കാരണം അഞ്ചൽ അരൂർ സ്വദേശി മുരളീധരൻ എന്ന് പറഞ്ഞ ഒരു വ്യവസായിയാണ് ഈ പൈസ കൊടുത്തിരിക്കുന്നത്. അത് PK കൃഷ്ണദാസ് എന്ന് പറയുന്ന ആളുടെ പേരിലാണ് ചെക്കിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത അഴിമതി ആരോപണം നമ്പർ 2 താങ്കൾക്ക് ബോധ്യമായത് മലപ്പുറം ജുവല്ലറിയിൽ നിന്ന് 1 ലക്ഷം രൂപ. അതായത് BJP നേതാക്കന്മാർ, വലിയ മുതിർന്ന നേതാക്കന്മാർ, ജില്ലാ തലത്തിലൊക്കെ അറിയപ്പെടുന്നവർ വീട്ടിൽ പണമടി യന്ത്രം സൂക്ഷിച്ച് പണമടിച്ച വിവരമുണ്ട്. ഈ സതീഷ് നായർക്ക് തന്നെ RS വിനോദ് പണം കൈമാറിയത് കുഴൽപ്പണ രീതിയിലാണെന്ന് പറയുന്നു. നോട്ട് നിരോധനത്തിന് ശേഷം അതെങ്ങനെ മാറി? അങ്ങനെയാണെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ BJP നേതാക്കളും നടത്തിയോ എന്ന ആരോപണം നിൽക്കുന്ന ഘട്ടത്തിലാണ് K സുരേന്ദ്രൻ പൈസ വാങ്ങാതെ 1 ലക്ഷം രൂപയുടെ രസീത് മാത്രം കൈപ്പറ്റിപ്പോയത്. അതിനെക്കുറിച്ച് കൂടി വിശദീകരിക്കൂ സുധീഷ് മിന്നി. അതെന്താണ്? BJP RSS ഒക്കെ അവരുടെ ഗുരുദക്ഷിണ തന്നെ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഹവാല ഇടപാടും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെ റെസീറ്റ് മാത്രം വാങ്ങിക്കുക, എന്നിട്ട് കണക്ക് അവിടെ രേഖപ്പെടുത്തുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഹവാല പണവും കള്ളപ്പണവും ഒക്കെ വെളുപ്പിക്കാനുള്ള ഒരു സോഴ്സ് ആക്കി അവർ ഈ രാഷ്ട്രീയത്തെ കാണുന്നു, രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണുന്നു. അങ്ങനെയാണോ? അങ്ങനെയുള്ള പ്രവർത്തനമാണോ K സുരേന്ദ്രൻ ചെയ്തത്? കള്ളപ്പണം വെളുപ്പിക്കൽ? അതെ, കള്ളപ്പണം വെളുപ്പിക്കലാണ് ചെയ്യുന്നത്. പിന്നെന്താ?
അതിനും താങ്കളുടെ പക്കൽ തെളിവുണ്ടല്ലോ. പിന്നെ എന്തിനാണ് റെസീറ്റ് വെക്കാതെ, റെസീറ്റ് പൈസ വാങ്ങിക്കാതെ പോകുന്നത് എന്തിനാണ്? അതെന്തിനാണത്? അതാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യമല്ല ഇത്. കേരളത്തിലെ ഒരുപാട് ഈ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ രാജ്യം പരമവൈഭവത്തിലേക്ക് എത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന, ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ഒരുപാട് സ്വയം സേവകരുണ്ട്. ആ സ്വയം സേവകർ ചോദിക്കുന്നു എങ്ങനെയാണിത്? അവരുടെ ചോദ്യമാണ്, എന്റെ ചോദ്യമായി കണക്കാക്കണ്ട. ശ്രീ രാധാകൃഷ്ണ മേനോൻ, സുധീഷ് മിന്നി വെളിപ്പെടുത്തിയ ഈ വലിയ വെളിപ്പെടുത്തൽ രണ്ട് പ്രമുഖ നേതാക്കന്മാർക്കെതിരെ ഗുരുതരമായ ആരോപണം. അതിനുള്ള മറുപടി ആ BJP-ക്കാരായ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലും ഉള്ളവർക്ക് താങ്കൾ മറുപടി നൽകിയാൽ മതി എന്നാണ് സുധീഷ് മിന്നി പറയുന്നത്. പ്ലീസ് രാധാകൃഷ്ണ മേനോൻ. അല്ല, BJP-യുടെ ഏതെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഈ തരത്തിലൊരു ആരോപണം വന്നിട്ടില്ല. വന്നാൽ അത് അന്വേഷിക്കാനുള്ള വേദിയുണ്ട്. അതല്ലാതെ സുധീഷ് ബെന്നിയെ പോലെ ഒരാള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്ത് രാജ്യത്ത് പറയുന്നതിന് മുഴുവൻ മറുപടി പറയാനുള്ള ബാധ്യതയൊന്നും BJP-ക്കില്ല. കാരണം ഇത് ഈ സംഘടനയായിട്ട് ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവായി പോയ എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ചരിത്രവും ഒക്കെ പല പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ടൊന്നും ആരെക്കുറിച്ചും ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ആ തരത്തിലുള്ള ഒരു വ്യക്തി ഇങ്ങനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടയില്ലാത്ത വെടിവെക്കുന്ന പോലെയുള്ള ആരോപണങ്ങൾ ഒരു ചാനലിൽ വന്നിരുന്ന് പറയുകയും അത് ചർച്ചയാക്കുകയും ചെയ്യുന്നത് തന്നെ അസംബന്ധമാണ്. അപ്പൊ അതിനപ്പുറത്ത് ഇതിനെ കുറിച്ചിട്ട്, ഈ ആരോപണങ്ങളെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം പാർട്ടിയുടെ സുധീഷ് മിന്നി ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോടൊപ്പം നടത്തിയ ആളാണ്. അദ്ദേഹമാണ് ഈ കാര്യം പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇത് തന്നെയാണ് നടത്തിയത്. നിങ്ങളുടെ നസീറും നിങ്ങളുടെ സുധീഷനും ഇതാണ്. നിങ്ങൾ പറഞ്ഞ ഈ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉന്നയിച്ചാൽ അത് വസ്തുതയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച്. അപ്പൊ അതല്ലല്ലോ ഇതിപ്പോ. അതല്ലാതെ ഒരു ബന്ധവുമില്ലാതെ BJP-യുടെ അവിടെ ആളുകൾ പറയുന്നുണ്ട്, ഇവിടെ ആളുകൾ പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാനിപ്പുറത്ത് പറഞ്ഞു കുറെ കാര്യം പറഞ്ഞാൽ മതിയോ? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഭ്യന്തരമായിട്ട് അച്യുതാനന്ദൻ പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ചു. എന്ത് നടപടിയെടുത്തു? പിണറായി എന്ന് മുഖ്യമന്ത്രിയായി തുടരുകയാണ്. ആ പാർട്ടിയുടെ ആഭ്യന്തരത്തെ കുറിച്ച് താങ്കൾ പ്രകോപിതനാകാതിരിക്കൂ. ആ രീതിയിലുള്ള ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ലല്ലോ. ആ രീതിയിൽ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ആഭ്യന്തരമായി നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിനെ കാണുന്ന പോലെയല്ല BJP കാണുന്നത്. BJP സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങൾ കാണുന്നു. ശ്രീ BRM ഷഫീർ, ശ്രീ രാധാകൃഷ്ണ മേനോൻ ദയവായി തുടരൂ പ്ലീസ്. താങ്കളിലേക്ക് എത്താം. ശ്രീ BRM ഷഫീർ, കോൺഗ്രസ് പ്രതിനിധി. അതായത് നമ്പർ 1, PK കൃഷ്ണദാസ് 1 കോടി രൂപ കൈപ്പറ്റി. PK കൃഷ്ണദാസിന്റെ പേരിൽ, അത് കൊല്ലം ജില്ലാ കമ്മിറ്റിയിലുള്ള പലർക്കും അറിയാം. മുരളീധരൻ എന്ന അഞ്ചൽ അരൂർ സ്വദേശിയിൽ നിന്നാണ്, വ്യവസായിയിൽ നിന്നാണ് അത് കൈപ്പറ്റിയത്. നമ്പർ 1, K സുരേന്ദ്രൻ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറത്തെ ഒരു ജുവല്ലറി ഉടമയിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ രസീത് എഴുതി വാങ്ങി. ഇങ്ങനെ പലതുമുണ്ട്. അതിൽ എനിക്ക് ബോധ്യമായത് ഈ K സുരേന്ദ്രന്റെ ഈ വിഷയമാണ് എന്നാണ് സുധീഷ് മിന്നി പറഞ്ഞത്, വളരെ ഉത്തരവാദിത്തപ്പെട്ടതോടുകൂടി. 2, 3, സതീഷ് നായർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൃത്യമായി ബന്ധമുണ്ടെന്ന് ക്രെഡിബിളായ ഒരു പേഴ്സൺ, വളരെ വിശ്വാസയോഗ്യമായ ഒരു പേഴ്സൺ തന്നെയാണ് ബിജു രമേശ് പറഞ്ഞിരിക്കുന്നത് തന്റെ അനുഭവ സാക്ഷ്യത്തിൽ. നമ്പർ 4, കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായതിനു ശേഷം ഈ കുമ്മനത്തെ RS വിനോദും ഒപ്പം സതീഷ് നായരും കണ്ടതിന് ശേഷം എൻ്റെ വീട്ടിലെത്തി. ഇതിലൊക്കെ അടിവരയിടേണ്ടത് എന്ത്? എനിക്കൊരു അല്പസമയം തരണം. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നതെന്നറിയോ, ഈ 3 കൊല്ലം കൊണ്ട് BJP-യുടെ ഈ കേന്ദ്ര സർക്കാരിനെ വെച്ചുകൊണ്ട് കേരളത്തിൽ വടക്കാഞ്ചേരിയിലെ കുറേ RBI ഗവർണർമാരെയും എറണാകുളത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും ആറന്മുളയിലുമായിട്ട് കുറേ മെഡിക്കൽ കൗൺസിൽ ചെയർമാൻമാരെയും സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം കൊണ്ട് BJP-യുടെ നേട്ടം. ശ്രീ രാധാകൃഷ്ണ മേനോനെ ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല അജിംഷാദെ, കഴിഞ്ഞ 3 കൊല്ലത്തിന് മുമ്പ് വരെ BJP നേതാക്കന്മാർ ബസ്സിൽ സഞ്ചരിച്ചിരുന്നവർ, ഒരു സ്വന്തമായി കാറില്ലാതിരുന്നവർ, നന്നായി ഡ്രസ് ചെയ്യാൻ കഴിയാതിരുന്നവർ, സ്വന്തമായി വീടില്ലാതിരുന്ന സ്വയം സേവകമായി തിരുവനന്തപുരം സിറ്റിയിൽ ഉൾപ്പെടെ കോഴിക്കോട് ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ
ഈ 3 കൊല്ലത്തിനകത്ത് അവരുടെ സാമ്പത്തിക മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളൊന്ന് കാണണം. അവർ ഡ്രസ് കോഡുകളിൽ വന്ന മാറ്റം, അവർ വില കൂടിയ വിദേശ നിർമ്മിത കാറുകളിലേക്ക് വന്ന മാറ്റം, തിരുവനന്തപുരത്തും കോഴിക്കോടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഒരു ജോലിയും ചെയ്യാതെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു ജോലിയും ചെയ്യാതെ, യാതൊരു തരത്തിലുള്ള ബിസിനസ്സുകളും ചെയ്യാതെ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യത്തിൻ്റെ ഉടമകളായതിൻ്റെ സംബന്ധിച്ചുള്ള ഞാൻ അന്നേ പല തവണ എനിക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇവർക്ക് ഇത്ര പണം എന്ന് വന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. സുരേന്ദ്രൻ കാസർഗോഡ് പണമൊഴുക്കുന്നുണ്ടെന്നുള്ളതും ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ഹവാലകളെ സംബന്ധിച്ച് രാജ്യസ്നേഹത്തെ ചാലിച്ചുകൊണ്ട് BJP നടത്തിയ പ്രസംഗങ്ങൾ ഇന്നിപ്പോൾ അവരുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുക. ഞാനിപ്പോൾ പറയട്ടെ, ശ്രീ MD രമേശ് വികാരാധീനനായപ്പോൾ അദ്ദേഹത്തെ അകത്താക്കുകയും സംഗതി പുറത്തു കൊണ്ടുവന്ന ശ്രീശനെയും നസീറിനെയും പുറത്താക്കുകയും ചെയ്യുന്ന വലിയ വൈചിത്ര്യം ഇതിനകത്ത് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ അവർ പറഞ്ഞല്ലോ അങ്ങനെ ഒരു റിപ്പോർട്ടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. റിപ്പോർട്ട് സോഫ്റ്റ്വെയറുകളിൽ ഇപ്പോൾ ഉണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, വിജിലൻസിൻ്റെ അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ റിപ്പോർട്ട് കൃത്യമായിട്ട് തന്നെ വിജിലൻസിന് കൊടുത്തിട്ട് അഴിമതി വിരുദ്ധ പ്രസംഗം നടത്താൻ BJP ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ എത്ര സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വടക്കാഞ്ചേരിയിൽ 6 കോടി രൂപ യുവമോർച്ചയുടെ ഒരു ജില്ലാതല നേതാവിൻ്റെ വീട്ടിൽ നിന്നും 2000 നോട്ടുകൾ പിടിച്ചെടുക്കുന്നു. രണ്ടാമത്തെ സംഭവം എന്താണെന്നറിയുമോ? ഈ പറയപ്പെടുന്ന ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് സതീഷ് നായർക്ക് 5.5 കോടി രൂപ അയച്ചു കൊടുക്കുന്നു. ആരാണ് സതീഷ് നായർ? B ഗോപാലകൃഷ്ണന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് അധികാരത്തിൽ വന്നപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തി തിരുവനന്തപുരത്ത് 2 കൊല്ലക്കാലം അദ്ദേഹത്തിന്റെ സ്വന്തം ആളായി PR ആയി വഹിച്ചയാൾ. അതിനുശേഷം ലെറ്റർ പേഡ്, കുമ്മനം രാജശേഖരന്റെ ലെറ്റർ പേഡ് ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഓഫീസുമായിട്ടും അമിത്ഷായുടെ ഓഫീസുമായിട്ടും ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള ഇടപാടുകളിൽ PR ആയിട്ട് ഇന്നലെ വരെയും വർക്ക് ചെയ്തിരുന്ന ആൾ ശ്രീ സതീഷ് നായർ. തീർച്ചയായും ഒരു കാര്യം ഒന്ന് പെട്ടെന്ന് സുധീഷ് മിന്നിയിലേക്ക് പോകാം. സുധീഷ് മിന്നി, താങ്കൾ ലൈനിലുണ്ടല്ലോ? ശ്രീ സുധീഷ് മിന്നി, താങ്കൾ ലൈനിലുണ്ടോ? ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ രാധാകൃഷ്ണ മേനോനാണോ ലൈനിലുള്ളത്? അതെ അതെ. അതായത് ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അതായത് ഈ PK കൃഷ്ണദാസിന് പണം നൽകിയെന്ന്, അഞ്ചൽ അരൂർ സ്വദേശിയായ വ്യവസായി പണം നൽകിയത് ബാങ്ക് വഴിയാണ്. PK കൃഷ്ണദാസിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ BJP? അല്ല, ഇവിടെ അത് ഉന്നയിക്കേണ്ട ഈ പറഞ്ഞ വ്യക്തി പണം കൊടുത്തയാളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട BJPയുടെ ഘടകമോ ആ നിലയിലുള്ള ആരോപണം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കേണ്ടതാണല്ലോ. അല്ല, ഇവിടെ ഇതിപ്പോ നിങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമായ ഇല്ലാത്ത ഒരു ആരോപണം, അടിസ്ഥാനരഹിതമാണെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ PK കൃഷ്ണദാസിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാൻ BJP തയ്യാറാകുമോ? ബാങ്ക് വഴിയാണ് ഇടപെടൽ നടത്തിയത്. ബാങ്ക് വഴിയാണെങ്കിൽ നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാമല്ലോ. അതല്ലാതെ ഇല്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് അനാവശ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആളുകളെ ആക്ഷേപിക്കരുത്. അപ്പൊ അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിപ്പോ ഒരു സതീഷ് നായർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കാലത്ത് മുതലേ അവിടെ ഡൽഹിയിൽ കച്ചവടം നടത്തുന്ന ഒരു ഏജന്റ്, ആ ഏജന്റിന്റെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിരിക്കുന്ന കോൺഗ്രസ്സുകാരന്റെ കാലത്തെ കച്ചവടക്കാരനെ സാത്വികനായ കുമ്മനം രാജശേഖരന്റെ PR ആയിട്ട് തിരുവനന്തപുരത്ത് നിങ്ങൾ എന്തിനാ കൊണ്ടുവന്നത്? കച്ചവടം നടത്താനാ? നിങ്ങൾ സമ്മതിക്കുകയാണല്ലേ? കോൺഗ്രസ്സുകാരനായിരിക്കുന്ന കച്ചവടക്കാരനായിരുന്ന കോൺഗ്രസിന്റെ കാലഘട്ടത്തിലെ കച്ചവടക്കാരനെ നിങ്ങൾ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണോ കുമ്മനം രാജശേഖരന്റെ ഇവിടത്തെ PR ആയിട്ടും ഡൽഹിയിലെ PR ആയിട്ടും കൊണ്ടുവന്നത്? യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായ ശ്രീ RS വിനോദ് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ കമ്മീഷന്റെ മുമ്പാകെ, ഞാൻ 5.5 കോടി രൂപ അയച്ചു കൊടുത്തു, അത് എനിക്ക് പറ്റിയ അബദ്ധം. അദ്ദേഹം പറഞ്ഞല്ലോ. RS വിനോദ് BJP ഒരു മിനിറ്റ് മേനോൻ, കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് നടക്കുന്ന മുഴുവൻ പരിപാടികളിലും വരുമ്പോൾ കാറിന്റെ ഫ്രണ്ട് സൈഡിലിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ രാകേഷ് ശിവദാസൻ, സന്തത സഹചാരി എന്നാണ് മലയാളത്തിലെ വാക്ക്, അദ്ദേഹം നസീർ ഉൾപ്പെടെയുള്ള ശ്രീശൻ ഉൾപ്പെടെയുള്ള കമ്മീഷനും കൊടുത്ത എന്താ പറയുമോ, ഞാൻ ഇടപെട്ടു, ഞാൻ മെഡിക്കൽ കൗൺസിലിന്റെ പരിശോധനാ സ്ഥലത്തേക്ക് ഞാനും കൂടെ പോയി, പക്ഷെ അതെനിക്ക് പറ്റിയൊരു അപകടമായിരുന്നു. സാമ്പത്തികം കൊടുത്തു എന്നുള്ള കാര്യം സത്യമാണ്, അതിൽ എനിക്ക് നമ്മൾ ചർച്ച തുടങ്ങിയിട്ട് 3/4 മണിക്കൂറായി. ഒരു ഇടവേള അനിവാര്യമാകുന്നു. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ രാധാകൃഷ്ണ മേനോൻ, താങ്കളിൽ നിന്ന് ഒരുപാട് മറുപടി വേണം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, താങ്കളിൽ നിന്ന് ഒരുപാട് മറുപടി വേണം. താങ്കൾ ഫോൺ കട്ട് ചെയ്ത് പോവുകയേ ചെയ്യരുത്.